മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കട്ടെ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവീൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക, അവൻ ഈ ലോകത്തിലെ ആ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, താനായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലായിടത്തും സഞ്ചരിച്ച് അവിടെ ഏതൊക്കെ സിനഗോഗുകൾ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ചെന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആ പള്ളികളിൽ ചെന്ന് ഉപദേശം കൊടുത്തു. ആ യഹൂദജനം കൂടി വരുന്ന ഇടങ്ങളിൽ അവർക്ക് ന്യായപ്രമാണത്തെ ഉപദേശിച്ചു കൊടുക്കുവാൻ അവൻ മനസ്സ് വെച്ചു. മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ, പൊതുവായുള്ള ഇടങ്ങളിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. സകലവിധ ദീനവും വ്യാധിയും ഉള്ളവരെ സൗഖ്യമാക്കി. ഇന്നും ഏത് കാലത്തും ജനത്തിൻ്റെ മധ്യത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ്. കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിനെ അറിഞ്ഞവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. രോഗികളായി തീർന്നവർ, പലവിധത്തിലുള്ള പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നവർക്ക് അവർക്ക് സൗഖ്യമാക്കുന്ന കൃപ ആവശ്യമുണ്ട്. കർത്താവ് ആ മാതൃക തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഓരോ സ്ഥലത്തിലുമുള്ളവരെ തേടിച്ചെന്ന് അവരോടിടപെട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ഒരു കർത്താവ്. പിന്നീട് ഒരു നല്ല ഇടയനായ യേശു കർത്താവ്, ആ നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകളെക്കുറിച്ച് വിചാരമുള്ളവനാണ്. അവർ കുഴഞ്ഞവരായി ചിന്നിയവരായി അവരെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തു. നല്ല ഇടയൻ ആടുകൾക്ക് മുൻപായി നടക്കുന്നു, ആടുകളുടെ കൂടെ നടക്കുന്നു. തൻ്റെ ഓരോ ആടുകളെയും പേര് ചൊല്ലി വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി അറിയുന്നവനായ നല്ല ഇടയനായ യേശു ക്രിസ്തു. നാമും അവൻ്റെ കാൽച്ചുവട് പിന്തുടരണം. നമ്മുടെ ചുറ്റുമുള്ളവർ, ആ ജനങ്ങൾ, പ്രിയപ്പെട്ടവർ, അവർ കുഴഞ്ഞവരായി ചിന്നിയവരായിരിക്കുമ്പോൾ അവരോട് മനസ്സലിവോടെ ഇടപെടുക. ആ മനസ്സലിവ് കാണിച്ച് അവർക്ക് വേണ്ടത് കൃത്യമായി ചെയ്ത് കൊടുക്കുക. വീണ്ടും ചില കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതിനുപരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുക, അഭയാചന ചെയ്യുക. നമ്മുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട് നമ്മൾക്ക് പരിധിയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുമ്പോൾ അവിടെ ദൈവം പ്രസാദിക്കും. ഒരു നല്ല മാതൃക, ഒരു നല്ല വിശ്വാസി, ഒരു നല്ല ഇടയനായവൻ എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് കാണിച്ചു തന്ന ആ കാൽച്ചുവട് പിന്തുടരുവാൻ, അവൻ കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവതിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ്.